പൊന്നണിഞ്ഞ കർണികാരങ്ങളും കണിമഞ്ഞളും സമൃദ്ധിയുടെ കൈനീട്ടവുമായി മറ്റൊരു വിഷുക്കാലം കൂടി ആഗതമാവുകയാണ്. ഓരോ വിഷുവും നമുക്ക് പുതിയ പ്രതീക്ഷകളാണ് നൽകുന്നത്. എന്നാൽ 2026 മേടമാസം പുണർതം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വെറുമൊരു വിഷുക്കാലം എന്നതിലുപരി നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ തിരിച്ചുവരവിന്റെ ആരംഭമാണ്. പുണർതം എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വീണ്ടും വസിക്കുന്നതല്ലെങ്കിൽ നഷ്ടപ്പെട്ട നന്മകൾ തിരികെ ലഭിക്കുന്നത് എന്നാണ് ഈ നക്ഷത്രത്തിന്റെ പൊരുൾ. ശ്രീരാമചന്ദ്രന്റെ ജന്മനക്ഷത്രമായ പുണർദത്തിന് പ്രതിസന്ധികളെ അതിജീവിച്ച് ധർമ്മത്തിന്റെ പാതയിൽ വിജയം വരിക്കാനുള്ള സവിശേഷമായ കഴിവുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലോ തൊഴിൽ മേഖലയിലോ നേരിട്ട മന്ദതയ്ക്കും തടസ്സങ്ങൾക്കും ഈ വിഷുക്കാലം വിരാമമിടുന്നു. 2026 വിഷു നിങ്ങളെ വരവേൽക്കുന്നത് പുതിയൊരു ഊർജ്ജത്തോടും ആത്മവിശ്വാസത്തോടും കൂടിയാണ്. ഇരുളടങ്ങിയ പാതകളിൽ വെളിച്ചം വീശുന്ന വിഷുക്കണി പോലെ നിങ്ങളുടെ കരിയറിലും സാമ്പത്തിക നിലയിലും തെളിച്ചം ദൃശ്യമാകുന്ന ഒരു വർഷമാണിത്. ഒരു അമ്പ് അതിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കാൻ വില്ലിൽ എത്രത്തോളം പിന്നിലേക്ക് വലിക്കപ്പെടുന്നുവോ അത്രത്തോളം വേഗത്തിൽ മുന്നോട്ട് കുതിക്കാൻ നിങ്ങൾ തയ്യാറെടുക്കേണ്ട സമയമാണിത്. കഴിഞ്ഞ കാലത്തെ തിരിച്ചടികൾ നിങ്ങളെ തളർത്താനല്ല, മറിച്ച് കൂടുതൽ കരുത്തനാക്കാനായിരുന്നു എന്ന് ഈ വർഷം നിങ്ങൾ തിരിച്ചറിയും. സാമ്പത്തികമായി ഒരു സുരക്ഷിത വലയം തീർക്കാനും തകർന്നടിഞ്ഞെന്ന് കരുതിയ ബന്ധങ്ങളെ കൂട്ടിയിണക്കാനും ആത്മീയമായ ഒരു ഉണർവ് നേടിയെടുക്കാനും ഈ 2026 വിഷുബലം നിങ്ങളെ സഹായിക്കും. ഗ്രഹനിലകളുടെ സങ്കീർണതകളിലേക്ക് കടക്കാതെ തന്നെ പറയട്ടെ, നിങ്ങളുടെ നക്ഷത്രനാഥനായ വ്യാഴത്തിന്റെ അനുഗ്രഹം തുളുമ്പുന്ന ഈ വർഷം കുടുംബത്തിൽ ഐശ്വര്യവും മനസ്സിൽ സമാധാനവും കൊണ്ടുവരും. ആഗ്രഹിച്ച കാര്യങ്ങൾ സഫലമാക്കാനും പാതിവഴിയിൽ മുടങ്ങിയ വിദേശയാത്രകളോ വീട് പണിയോ പുനരാരംഭിക്കാനും ഈ കാലയളവ് അങ്ങേയറ്റം അനുകൂലമാണ്. തളരാതെ പോരാടിയ പുണർതം നക്ഷത്രക്കാർക്ക് കാലം കാത്തുവച്ച സമ്മാനമാണ് ഈ 2026 വിഷുവർഷം. വരാനിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും ഏതൊക്കെ മേഖലകളിലാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നും ഈ വീഡിയോയിലെ വിശദമായ ഫലങ്ങളിലൂടെ നമുക്ക് പരിശോധിക്കാം. ജീവിതത്തിന്റെ വില്ലിൽ തൊടുത്ത അമ്പുകൾ ലക്ഷ്യസ്ഥാനത്ത് തന്നെ കൊള്ളാൻ പോകുന്ന ഒരു സുവർണ കാലഘട്ടത്തിലേക്ക് നമുക്ക് സ്വാഗതമോതാം. 2026 വിഷു മുതൽ പുണർതം നക്ഷത്രക്കാരുടെ സാമ്പത്തിക നിലയിൽ ഗുണപരമായ മാറ്റങ്ങൾ ദൃശ്യമാകും. ഈ വർഷം ഒന്നിലധികം മാർഗങ്ങളിലൂടെ വരുമാനം വരാനുള്ള സാധ്യതയുണ്ട്. പാരമ്പര്യ സ്വത്തുക്കളിൽ നിന്നുള്ള ലാഭം, മുൻപ് നടത്തിയിട്ടുള്ള നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനം എന്നിവ നിങ്ങളെ തേടിയെത്തും. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ കരാറുകൾ ലഭിക്കുകയും അതുവഴി സാമ്പത്തിക അടിത്തറ ഭദ്രമാവുകയും ചെയ്യും. വരുമാനം വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ ചെലവുകളും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പ്രധാനമായും വീട് നവീകരണം, വാഹനങ്ങൾ വാങ്ങുക അല്ലെങ്കിൽ മംഗളകർമ്മങ്ങൾക്കായി പണം ചെലവഴിക്കേണ്ടി വരും. ആഡംബര വസ്തുക്കൾക്കായി അനാവശ്യമായി പണം ചെലവാക്കുന്നത് നിയന്ത്രിക്കേണ്ടതുണ്ട്. 2026 പകുതിയോടെ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ്. ഓഹരി വിപണിയിലോ റിയൽ എസ്റ്റേറ്റിലോ നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമാണ്. എങ്കിലും മറ്റൊരാളുടെ വാക്കുകേട്ട് എടുത്തുചാടി വലിയ തുകകൾ നിക്ഷേപിക്കരുത്. ദീർഘകാല നിക്ഷേപങ്ങൾ ഭാവിയിൽ വലിയ ഗുണം ചെയ്യും. സ്വർണത്തിലോ ഭൂമിയിലോ ഉള്ള നിക്ഷേപത്തിന് മുൻഗണന നൽകുന്നത് ഉചിതമായിരിക്കും. തൊഴിൽ രംഗത്ത് പുണർതം നക്ഷത്രക്കാർക്ക് 2026 ഒരു വഴിത്തിരിവായിരിക്കും. സർക്കാർ ജോലിയിൽ ഇരിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിനോ അല്ലെങ്കിൽ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് മാറ്റത്തിനോ ഉള്ള സാധ്യതയുണ്ട്. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. നിങ്ങളുടെ കഠിനാധ്വാനം മേലുദ്യോഗസ്ഥരാൽ അംഗീകരിക്കപ്പെടും. സഹപ്രവർത്തകരുമായുള്ള ബന്ധത്തിൽ ചെറിയ ഉരസലുകൾ ഉണ്ടായേക്കാം. അതിനാൽ സംസാരത്തിൽ മിതത്വം പാലിക്കുക. ദീർഘകാലമായി ഒരു നല്ല ജോലിക്കായി കാത്തിരുന്ന പുണർതം നക്ഷത്രക്കാർക്ക് 2026 വിഷുവിന് ശേഷം അനുകൂലമായ വാർത്തകൾ കേൾക്കാൻ സാധിക്കും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ നീങ്ങുകയും വിസ നടപടികൾ വേഗത്തിലാവുകയും ചെയ്യും. IT, അധ്യാപനം, ബാങ്കിംഗ്, കൗൺസിലിംഗ് എന്നീ മേഖലകളിലുള്ളവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും. സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് ഈ വർഷം വിപുലീകരണത്തിന് അനുയോജ്യമാണ്. പുതിയ പങ്കാളികളെ ചേർക്കുന്നതിലൂടെ ബിസിനസ് മെച്ചപ്പെടുത്താൻ സാധിക്കും. എന്നാൽ സാമ്പത്തിക ഇടപാടുകൾ രേഖാമൂലം മാത്രം നടത്തുക. വിപണിയിലെ മത്സരങ്ങളെ അതിജീവിക്കാൻ പുതിയ തന്ത്രങ്ങൾ മെനയേണ്ടി വരും. കർഷകർക്കും കച്ചവടക്കാർക്കും അധ്വാനത്തിനനുസരിച്ചുള്ള ബലം ലഭിക്കും. കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന ഒരു വർഷമായിരിക്കും 2026. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടായിരുന്ന ചെറിയ പിണക്കങ്ങളും തർക്കങ്ങളും ഈ വർഷം പരിഹരിക്കപ്പെടും. പരസ്പര വിശ്വാസം വർദ്ധിക്കുകയും ഒത്തൊരുമയോടെ മുന്നോട്ടു പോകാൻ സാധിക്കുകയും ചെയ്യും. ദമ്പതികൾ തമ്മിലുള്ള തീർത്ഥാടനങ്ങൾക്കോ വിനോദയാത്രകൾക്കോ അവസരം ലഭിക്കും. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് സന്താന ഭാഗ്യമുണ്ടാകാൻ സാധ്യതയുള്ള വർഷമാണിത്. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകണം. സഹോദരങ്ങളുമായുള്ള ബന്ധം ഊഷ്മളമാകും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുമായുള്ള തർക്കങ്ങൾ ഒത്തുതീർപ്പിലെത്തും. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും വിവാഹ കാര്യത്തിലും ഉണ്ടായിരുന്ന ആശങ്കകൾ മാറും. വീട്ടിൽ പുതിയ അതിഥികൾ വരുന്നത് സന്തോഷത്തിന് കാരണമാകും. പ്രണയിക്കുന്നവർക്ക് വിവാഹത്തിലേക്ക് കടക്കാൻ അനുയോജ്യമായ സമയമാണിത്. വീട്ടുകാരുടെ സമ്മതം ലഭിക്കാനും ബന്ധം ദൃഢമാകാനും സാധ്യതയുണ്ട്.
എങ്കിലും അനാവശ്യമായ സംശയങ്ങൾ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴ്ത്താതെ നോക്കണം. പുണർതം നക്ഷത്രം വ്യാഴത്തിന്റെ സ്വാധീനത്തിലുള്ളതായതുകൊണ്ട് തന്നെ ഇവർക്ക് സ്വാഭാവികമായും ആത്മീയ ചായ്വ് കൂടുതലായിരിക്കും. 2026 വിഷു മുതൽ നിങ്ങളുടെ ആത്മീയ ചിന്തകളിൽ വലിയ മാറ്റങ്ങൾ വരും. ഭൗതിക സുഖങ്ങളെക്കാൾ ഉപരിയായി മാനസികമായ ശാന്തി തേടി നിങ്ങൾ യാത്രകൾ നടത്തും. പ്രഭാഷണങ്ങളിൽ പങ്കെടുക്കാനും ആത്മീയ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യാനും സമയം കണ്ടെത്തും. ധ്യാനം, യോഗ എന്നിവ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നത് വഴി മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സാധിക്കും. വിഷുവിന് ശേഷം പ്രധാനപ്പെട്ട പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരം ലഭിക്കും. മുൻപ് നേർന്ന നേർച്ചകൾ വീട്ടാൻ സാധിക്കും. കുടുംബസമേതമുള്ള ക്ഷേത്ര ദർശനങ്ങൾ മനസ്സിന് കുളിർമയേകും. ആത്മീയ ഗുരുക്കന്മാരുടെ അനുഗ്രഹം തേടുന്നത് നിങ്ങളുടെ കാര്യവിജയത്തിന് സഹായിക്കും. നിങ്ങളുടെ കഴിവിനനുസരിച്ച് മറ്റുള്ളവരെ സഹായിക്കുന്നത് ഈ വർഷം നിങ്ങൾക്ക് വലിയ പുണ്യം നൽകും. അന്നദാനം, വിദ്യാഭ്യാസ സഹായം തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് വഴി ജന്മനക്ഷത്ര ദോഷങ്ങൾ കുറയ്ക്കാൻ സാധിക്കും. 2026 പുണർതം നക്ഷത്രക്കാർ ആരോഗ്യകാര്യത്തിൽ അല്പം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ അലർജിയോ അലട്ടാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം വേണം. അമിതമായി പുറത്തു നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുക. കൃത്യസമയത്ത് ആഹാരം കഴിക്കാനും വ്യായാമം ചെയ്യാനും ശ്രദ്ധിക്കണം. അമിതമായ ജോലിഭാരവും കുടുംബ ഉത്തരവാദിത്തങ്ങളും കാരണം മാനസികമായ തളർച്ച അനുഭവപ്പെട്ടേക്കാം. നെഗറ്റീവ് ചിന്തകളെ അകറ്റി നിർത്താൻ ശ്രമിക്കുക. അമിതമായ ഉത്കണ്ഠ ഒഴിവാക്കാൻ സംഗീതം കേൾക്കുന്നതോ പൂന്തോട്ട നിർമ്മാണമോ സഹായിക്കും. രാത്രിയിൽ കൃത്യമായ ഉറക്കം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷുക്കാലം മികച്ച ഫലങ്ങൾ നൽകുന്നതാണ്. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടാൻ സാധിക്കും. ശാസ്ത്രം, കണക്ക്, നിയമം തുടങ്ങിയ വിഷയങ്ങൾ പഠിക്കുന്നവർക്ക് കൂടുതൽ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും. അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. വിദേശത്തോ മറ്റു ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം തടസ്സങ്ങൾ നീങ്ങും. സ്കോളർഷിപ്പുകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഗവേഷണ രംഗത്തുള്ളവർക്ക് പുതിയ കണ്ടെത്തലുകൾ നടത്താനും പ്രബന്ധങ്ങൾ സമർപ്പിക്കാനും അനുകൂലമായ സമയമാണ്. നിങ്ങളുടെ വാക്കുകൾ ചിലപ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിച്ചേക്കാം. അത് ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കാൻ സാധ്യതയുണ്ട്. സമാധാനപരമായി കാര്യങ്ങൾ സംസാരിക്കാൻ ശീലിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നതോ വലിയ തുകകൾ കടം നൽകുന്നതോ ഒഴിവാക്കുക. നൽകിയ പണം തിരികെ കിട്ടാൻ ബുദ്ധിമുട്ടേണ്ടി വരും. ദീർഘദൂര യാത്രകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കുക. വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ട്രാഫിക് നിയമങ്ങൾ കർശനമായി പാലിക്കുക. രാത്രികാല യാത്രകൾ കുറയ്ക്കുന്നത് ഉചിതമായിരിക്കും. ധൃതിപ്പെട്ട് നിർണായക തീരുമാനങ്ങൾ എടുക്കരുത്. കുടുംബത്തിലെ മുതിർന്നവരോടോ വിദഗ്ധരോടോ ആലോചിച്ച് മാത്രം പുതിയ കാര്യങ്ങൾ തുടങ്ങുക. പുണർതം നക്ഷത്രത്തിന്റെ ആദ്യ 3 പാദങ്ങൾ മിഥുനം രാശിയിലും അവസാന പാദം കർക്കടകം രാശിയിലുമാണ് വരുന്നത്. മിഥുന രാശിയിലെ പുണർതം നക്ഷത്രക്കാർക്ക് ആശയവിനിമയ ശേഷി കൂടും. ബിസിനസ്സിലും സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കും. യാത്രകൾ ധാരാളം വരും. കർക്കടക രാശിയിലെ പുണർതം നക്ഷത്രക്കാർക്ക് വൈകാരികമായ മാറ്റങ്ങൾ കൂടുതലായിരിക്കും. കുടുംബത്തിന് കൂടുതൽ പ്രാധാന്യം നൽകും. മാനസിക സന്തോഷത്തിനായി കൂടുതൽ സമയം കണ്ടെത്തും. വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമാണ്. മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ ദാനം ചെയ്യുന്നത് പുണ്യം നൽകും. ഓം നമോ നാരായണായ അല്ലെങ്കിൽ ഓം ഗുരുവേ നമഃ എന്ന മന്ത്രം ദിവസവും 108 തവണ ജപിക്കുക. വൃദ്ധസദനങ്ങളിലോ അനാഥാലയങ്ങളിലോ ഉള്ളവർക്ക് ഭക്ഷണമോ വസ്ത്രമോ നൽകുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. പുണർതം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 വിഷു ഒരു പുതിയ പ്രഭാതത്തിന്റെ തുടക്കമാണ്. കഴിഞ്ഞ കാലങ്ങളിലെ തിരിച്ചടികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ടു പോകാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തികമായും തൊഴിൽപരമായും മികച്ച നിലയിലെത്താൻ കഠിനാധ്വാനവും ദൈവവിശ്വാസവും കൈമുതലായി വേണം. കുടുംബാംഗങ്ങളുടെ പിന്തുണയും സ്നേഹവും നിങ്ങൾക്ക് വലിയ കരുത്ത് നൽകും. ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധിച്ചാൽ ഈ വർഷം നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒന്നായി മാറും. മനസ്സിന്റെ ശാന്തി നിലനിർത്തുക. സത്യസന്ധമായി പ്രവർത്തിക്കുക. വിജയം നിങ്ങളെ തേടിയെത്തും. ശുഭകരമായ ഒരു വിഷുവർഷം നേരുന്നു.